കൈവന്നിട്ടുള്ളത്. ഇതൊരുക്കി തന്ന സാംസ്കാരിക പൈതൃകം എന്ന മലയാളക്കരയിലെ അധികമൊന്നും പ്രായമില്ലാതെ തന്നെ ശ്രദ്ധേയമായി തീർന്ന, ഒറ്റ വർഷം കൊണ്ട് ചിന്തിക്കുന്നവരുടെ മനസ്സിനെ സ്വാധീനിച്ചു കഴിഞ്ഞിട്ടുള്ള ഈ പ്രസിദ്ധീകരണത്തിന്റെ സംഘാടകരായിട്ടുള്ള സഹോദരങ്ങൾ ഇതൊരുക്കി തന്നതിന്റെ പേരിൽ നമ്മൾ അവരോട് നന്ദിയും കടപ്പാടും അറിയിക്കേണ്ടതുണ്ട്. വിചാരിച്ചാൽ ചക്ക വേരിലും കായ്ക്കും, അല്ലെങ്കിൽ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന് പറഞ്ഞ പോലെ ഇതുപോലുള്ള സംഗതികളൊക്കെ നമുക്ക് ആകാവുന്നതേ ഉള്ളൂ. ഒച്ചപ്പാടും ബഹളവും ശബ്ദഘോഷങ്ങളും നിറഞ്ഞ ഇന്നത്തെ സാഹചര്യത്തിൽ ചിന്തയുടെ അഗ്നിസ്ഫുലിംഗങ്ങൾ, ധിഷണയുടെ പ്രഭാപൂരങ്ങൾ, പ്രതിഭയുടെ പ്രതിഫലനങ്ങൾ, ഭാവനാമണ്ഡലത്തിന്റെ വികാസ പരിണാമങ്ങൾ, ആലോചനാമൃതത്തിന്റെ ആവിഷ്കാര സൗന്ദര്യങ്ങൾ, ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് സൃഷ്ടിക്കാവുന്നതേ ഉള്ളൂ എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രസാദത്തിന്റെയും ഒരു സദസ്സിന്റെയും മധ്യത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. ഇവിടെ വന്നപ്പോൾ മുതലേ ഞാൻ ഈ സദസ്സിന്റെ സ്വഭാവവും ഇത് സംഘടിപ്പിച്ച വിശേഷത്തിന്റെ പ്രത്യേകതയും ശ്രദ്ധിക്കുകയാണ്. കനപ്പെട്ട ഈ പ്രസിദ്ധീകരണത്തിന്റെ സ്വഭാവത്തിന് എന്തുകൊണ്ടും നിരക്കുന്ന രീതിയിലാണ് ഈ യോഗം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇതൊരു വലിയ പൊതുപ്രസംഗമാകാതെ ഒതുങ്ങിയ ഒരു സംസാരമാകണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് വലിയ ഒരു സദസ്സാകേണ്ടതില്ല എന്ന് സംഘാടകരായ സുഹൃത്തുക്കളോട് ഞാനും പറഞ്ഞിരുന്നു. ഇവിടെ വരുമ്പോൾ ധാരാളം സഹോദരങ്ങളെ കാണുന്നത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് ഗൾഫിൽ വരുമ്പോൾ, UAE പോലുള്ള രാജ്യങ്ങളിൽ എത്തുമ്പോൾ, ബഹ്റൈൻ, കുവൈത്ത് തുടങ്ങിയ രാജ്യങ്ങളിൽ, സൗദി അറേബ്യ അടക്കം, സൗദി അറേബ്യയാണല്ലോ അതിന്റെ തലപ്പത്ത് പല കാരണങ്ങളാലും. ഈ രാജ്യത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ ആളുകളെ, മലയാളികളെ ഒന്നിച്ച് കാണുന്നത് എത്ര ആഹ്ലാദകരമായിട്ടുള്ള അനുഭവമാണ്. ഈ വിനീതന്റെ ജീവിതത്തിലേക്കിട്ടുള്ള ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളൊന്നായി എനിക്ക് തോന്നാറുണ്ട്. സമുദായങ്ങളുടെ, കക്ഷികളുടെ ഒന്നും വ്യത്യാസമില്ലാതെ കേൾക്കാനെത്തുന്ന മഹാസദസ്സ് കാണുമ്പോൾ അവരുമായി സംവദിക്കാൻ ലഭിക്കുന്ന അവസരം എത്ര പ്രധാനമാണ് എന്നോർക്കുമ്പോൾ ഈ സ്നേഹപ്പെടലിന്റെ പ്രാധാന്യവും പ്രസക്തിയും അനുസ്മരിക്കുമ്പോൾ അല്ലാഹുവേ, നന്ദിയോടുകൂടി വാഴ്ത്താതിരിക്കാൻ സാധിക്കില്ല. ഇതൊരു ഒതുങ്ങിയ സംസാരം എന്ന നിലയിൽ പ്രശാന്ത ഗംഭീരമായിട്ടുള്ള ഈ സദസ്സ് ഈ പ്രസാധനത്തിന്റെ സന്ദേശത്തോട് നിരക്കുന്ന രീതിയിൽ ഈ പരിപാടിയെ, അതിന്റെ സന്ദേശത്തെ ഉൾക്കൊള്ളും എന്നും ഞാൻ പ്രത്യാശിക്കുകയാണ്. ഇവിടെ സംസാരിച്ച, എനിക്ക് മുമ്പ് സംസാരിച്ച വളരെ ബഹുമാന്യരായിട്ടുള്ള സഹപ്രവർത്തകർ വളരെ വിലപ്പെട്ട പല കാര്യങ്ങളും പറഞ്ഞു. ഇതുപോലൊരു പ്രസിദ്ധീകരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. ഇന്നത്തെ മാധ്യമ ലോകത്തിന്റെ അവതാളങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഈ വേദി തന്നെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വേദിയാണ്. സയ്യിദ് ഹൈദർ തങ്ങളുടെ അധ്യക്ഷത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ശ്രീ വിവേകാനന്ദൻ, കരുത്തുറ്റ മീഡിയ പേഴ്സണാലിറ്റി ആയിട്ടുള്ള അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത ഈ സദസ്സിൽ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ നിസാർ സയ്യിദ് സാഹിബിനെ പോലെ അദ്ദേഹം, ഇവിടെ സംസാരിച്ച മറ്റു സുഹൃത്തുക്കളും എന്നെക്കുറിച്ച് കുറെ നല്ല കാര്യങ്ങൾ പറഞ്ഞു. ഒരാൾ മറ്റൊരാളെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഞാൻ അർഹിക്കാത്ത കാര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ സ്നേഹം കൊണ്ട് പലതും അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് എൻ്റെ നന്മ എന്നതിനേക്കാൾ പറഞ്ഞ അവരുടെ മനസ്സിന്റെ നന്മ എന്ന നിലയിലാണ് കാണേണ്ടത്. ഞാൻ എപ്പോഴും അങ്ങനെ കാണുന്ന ഒരാളാണ്.
ഒരാൾ മറ്റൊരാളെക്കുറിച്ച് നല്ലത് പറയുന്നുവെങ്കിൽ അത് പറയുന്ന ആളുടെ നന്മയാണ്, നല്ലത് പറയാനുള്ള സന്നദ്ധതയാണ്, മനസ്സിന്റെ വിശാലതയാണ്, സ്നേഹമാണ്. അത് മുഖസ്തുതിയല്ല. സ്നേഹം അറിയിക്കണമെന്ന് വിശുദ്ധ റസൂലിന്റെ ഒരു തിരുവചനമുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട, വളരെ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ഞാനത് ഊന്നി പറയുകയാണ്. പ്രത്യേകിച്ച് ഹുസൈൻ തങ്ങൾ സംസാരിക്കുമ്പോൾ സ്നേഹമാണ് സംസ്കാര പൈതൃകത്തിന്റെ മുഖ്യ സന്ദേശം എന്ന് പറഞ്ഞതെന്റെ മനസ്സിലെവിടെയോ തടയുകയുണ്ടായി. ഈ കാലഘട്ടത്തിൽ ആളുകൾക്ക് സ്നേഹപ്പെടാൻ സമയമില്ല, സ്നേഹമറിയിക്കാൻ സമയമില്ല. 1500 വർഷം മുമ്പ് മദീനയിൽ വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ ഒരു സദസ്സിൽ ശിഷ്യഗണങ്ങൾക്കൊപ്പം ഉപവിഷ്ടനായിരിക്കെ, ഞാൻ എത്രയോ സദസ്സുകളിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. ഈ സംഭവം ആദ്യം കണ്ട ദിവസം ഞാൻ കോരിത്തരിച്ചിട്ടുണ്ട്. പുണ്യനബിയുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന സംഭവങ്ങളിൽപ്പെട്ട ഒരു സംഭവമാണിത്. സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. പുണ്യനബിയുടെ ജീവിതം എത്ര ആവർത്തിലെ ഒരു ചില സംഭവങ്ങൾ എത്രയേറെ തവണ വീണ്ടും പറഞ്ഞാലും അതിന്റെ പൊലിമയോ അതിന്റെ വർണ്ണശബളിമയോ അതിന്റെ സ്നേഹാർദ്രതയോ അതിന്റെ അർത്ഥതലങ്ങളുടെ അഗാധതയോ അവസാനിച്ചു പോകുന്നില്ല. സംഭവം എന്നെ വല്ലാതെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. പുണ്യ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം ഒരു സദസ്സിലിരിക്കുകയാണ്, സഹാബത്തുമായി സംസാരിക്കുകയാണ്. കുറച്ചു ദൂരയിലൂടെ ഒരാൾ നടന്നുപോയി. കുറച്ചു ദൂരെ നടന്നു ആ ആളെ നോക്കിയിട്ട് സദസ്സിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, അള്ളാഹുവിന്റെ തിരുദൂതരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പോയ ആളോട് എനിക്ക് സ്നേഹമാണ്. നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ ശരീരത്തിന്റെ സകല സിരകളിലുമുള്ള ആത്മാർത്ഥതയും എൻ്റെ സകലമാന ഊർജവും ഈ വാചകങ്ങളിൽ സന്നിവേശിപ്പിച്ചുകൊണ്ട് പറയട്ടെ, ഇന്നത്തെ കാലഘട്ടം ഹൃദയത്തോടെ കേൾക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ട സംഭവമാണ്. ഉടൻ തന്നെ അള്ളാഹുവിന്റെ തിരുറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, എപ്പോഴെങ്കിലും നിങ്ങൾ ഈ കാര്യം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടോ എന്ന്. അപ്പൊ സ്വാഭാവികമായി അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല, പറയണമെന്ന് തോന്നിയിട്ടില്ല, എനിക്ക് സ്നേഹമാണെന്ന കാര്യം പറഞ്ഞിട്ടില്ല. എങ്കിൽ പോയി പറയൂ എന്ന് അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴേക്ക് അല്പദൂരം നടന്നകന്നു കഴിഞ്ഞിരുന്ന ഈ മനുഷ്യൻ പിറകെ നബിയുടെ ഈ ശിഷ്യൻ ഓടിച്ചെല്ലുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്ന് നിൽക്കണേ, എനിക്കൊരു കാര്യം പറയാം. അദ്ദേഹം നിന്നപ്പോൾ അടുത്ത് ചെന്നുകൊണ്ട് ഹൃദയത്തോട് മന്ത്രിക്കുന്ന സാന്ത്വനത്തിന്റെ ഭാഷയിൽ സായുജ്യദായകമായ ആ വാക്ക് ഈ മനുഷ്യൻ ഉച്ചരിക്കുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഇത് ഭർത്താവ് ഭാര്യയോട് പറഞ്ഞിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിൽ എത്രയോ വിവാഹമോചനങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു.